അക്യുപങ്ചർ ചികിത്സ മൂലം ഒരു സ്ത്രീ കൂടി മരിച്ചിരിക്കുന്നു. ഇതുവരെ കേരളത്തിൽ ഒരു വർഷത്തിനകത്ത് 6 പേര് അക്യുപങ്ചർ ചികിത്സ മൂലം മരിച്ചിട്ടുണ്ട്. അത് എല്ലാവരും സ്ത്രീകളും പ്രായം കുറഞ്ഞ കുട്ടികളുമാണ്. നവജാത ശിശുക്കളോ അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടിയോ, അങ്ങനെയാണ് 6 മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയൊരു ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഏറ്റവും അവസാനത്തെ മരണം നടന്നിരിക്കുന്നത് സ്തനാർബുദം ബാധിച്ച ഒരു സ്ത്രീയുടെയാണ്. അവർക്ക് സ്തനാർബുദം ബാധിക്കുകയും അവരുടെ സ്തനത്തിൽ ചെറിയൊരു കല്ലിപ്പ് കാണുകയും ചെയ്തപ്പം അവർ നേരെ ആൾക്കാരുടെ പറച്ചിൽ കേട്ടിട്ട് അക്യുപങ്ചർ ചികിത്സയ്ക്ക് വിധേയമായി. അതിനുശേഷം ക്രമാനുഗതമായി ആ ട്യൂമർ വർദ്ധിച്ചു വരികയും അവസാനം സ്റ്റേജ് 4-ാം ഘട്ടത്തിലേക്ക് കടന്നിട്ട് അത് അൾസറേറ്റ് ചെയ്ത് അത് പൊട്ടി നീരൊലിപ്പായി പഴുത്ത് അതിൻ്റെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ, വല്ലാത്ത വേദനയും വല്ലാത്തൊരു അവസ്ഥയും എത്തിയപ്പോഴത്തേക്കാണ് അവർ അടുത്തുള്ള ക്യാൻസർ സെൻറ്ററിലേക്ക് പോയത്. അവിടെ വെച്ച് ഡോക്ടർമാർ പറഞ്ഞു ഇത് വളരെ താമസിച്ചു പോയി, 4-ാം ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറയുകയും പിന്നെ അവർക്ക് ചികിത്സ കൊടുക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. അവർ ദുഃഖകരം എന്ന് പറയട്ടെ മരണപ്പെട്ടു പോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്തനാർബുദം ഏറെക്കുറെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ്. 1-ാം ഘട്ടത്തിലെത്തുന്ന എല്ലാവർക്കും തന്നെ 99% പേർക്കും സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. അതിങ്ങനെ അക്യുപങ്ചർ മാതിരിയുള്ള നിയമവിരുദ്ധവും നൈതികതാ വിരുദ്ധവുമായിട്ടുള്ള ചികിത്സകൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതം അങ്ങനെ കളയാൻ പാടുള്ളതല്ല എന്ന് പറയട്ടെ. പൊതുവേ ഒരു ധാരണയുണ്ട് അക്യുപങ്ചർ എന്ന് പറയുന്നത് വളരെ നല്ലതും ഫലപ്രദവുമായിട്ടുള്ള ചികിത്സാ രീതിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരുപാട് പേരുടെ വിശ്വാസം അങ്ങനെയുണ്ട്. അത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാം, അത് വെറും വിശ്വാസം മാത്രമാണ്. അത് അബദ്ധമായിട്ടുള്ള വിശ്വാസമാണ്. അക്യുപങ്ചർ കൊണ്ട് നിലവിൽ ഏതെങ്കിലും രോഗത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഗുണകരമായ ചികിത്സയുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള ഒരു തെളിവും നാളിതുവരെ കിട്ടിയിട്ടില്ല. വളരെ കാലമായിട്ട് അക്യുപങ്ചർ പല രോഗങ്ങൾക്കും ചികിത്സിച്ചിട്ടുണ്ട്. ഇത് ഒന്നിനും തന്നെ ഗുണകരമായിട്ടുള്ള ഒരു മാറ്റവും ഇന്നുവരെ കിട്ടിയിട്ടില്ല. രണ്ടാമത്തത് ഒരു പൊതുവെ പരക്കുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അക്യുപങ്ചർ നിയമവിധേയമാണെന്നും അക്യുപങ്ചർ പ്രാക്ടീഷണേഴ്സിനൊക്കെ ചികിത്സിക്കാനുള്ള അവകാശമുണ്ടെന്നും പറയുന്നു. ഇതും ഭാഗികമായിട്ട് മാത്രം ശരിയുള്ളതാണ്. കേന്ദ്ര സർക്കാർ അക്യുപങ്ചർ ചികിത്സ ലൈസൻസ് ഉള്ളവർക്ക് ചികിത്സിക്കാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അതായത് മെഡിക്കൽ ചികിത്സയിൽ രജിസ്ട്രേഷനുള്ള ആൾക്കാർ, അതും ആധുനിക വൈദ്യശാസ്ത്രത്തിലോ ആയുഷിലോ രജിസ്ട്രേഷൻ നിലവിലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു ചികിത്സ മറ്റ് ചികിത്സയോടൊപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സ മാത്രമാണ് അക്യുപങ്ചർ. അല്ലാതെ അതൊരു സ്വതന്ത്ര ചികിത്സയായിട്ടില്ല ഇതുവരെ. കാരണം സ്വതന്ത്ര ചികിത്സയാകണമെങ്കിൽ ഒന്ന് രജിസ്ട്രേഷൻ വേണം, രണ്ടാമതായിട്ട് അപ്രോപ്രിയറ്റ് ക്വാളിഫിക്കേഷൻ, അതിന് ഉതകുന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവണം. അതിന് ഉതകുന്ന വിദ്യാഭ്യാസ യോഗ്യത കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചേക്കാനുള്ള നിയമങ്ങളുണ്ടായിട്ടുണ്ട്. ആ നിയമം ഇനിയും അത് കൃത്യമായിട്ട് അത് സൃഷ്ടിച്ച് വരേണ്ട സമയം ആകുന്നതേ ഉള്ളൂ. അതായത് നിയമം എന്ന് പറയുന്നത് 3600 മണിക്കൂറുകൾ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ള ട്രെയിനിങ് ഉള്ള പരിശീലനം നടത്തുന്ന 3 വർഷം മുതൽ 6 വർഷം വരെയുള്ള പരിശീലനം സിദ്ധിച്ച ആൾക്കാർക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് 2021 അലൈഡ് ഹെൽത്ത് സയൻസിലെ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതിലേക്ക് 2024 സെപ്റ്റംബറിൽ അക്യുപങ്ചറിനെയും കൂടെ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവരുടെ പുതിയ നിയമം ഉണ്ടാകുകയും പുതിയ കോഴ്സുകൾ ഉണ്ടാകുകയും യൂണിവേഴ്സിറ്റികൾ ഈ കോഴ്സുകൾ നടത്തുകയും ചെയ്യുന്ന സമയത്ത് ആ മുറയ്ക്ക് അക്യുപങ്ചർ ചികിത്സ നിയമവിധേയമാകും. അതുവരെ അക്യുപങ്ചർ ചെയ്യുന്നത് രജിസ്ട്രേഷൻ ഇല്ലാത്ത ആര് ചെയ്താലും നിയമവിരുദ്ധമാണ്, തെറ്റാണ്, അത് ക്രിമിനൽ ഒഫൻസാണ്. അതാണ് ഇന്നത്തെ രീതി. ഇപ്പോൾ നിലവിൽ അക്യുപങ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള സംഘടനകൾ നൽകുന്ന സർട്ടിഫിക്കറ്റുമായിട്ടാണ് ചികിത്സിക്കുന്നത്. അവർക്ക് ഈ സംഘടനകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോലും അവകാശമില്ല. അതായത് ഒരു വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരമില്ലാത്ത, അതായത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അധികാരമില്ലാത്ത ഏജൻസികളാണ് ഈ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫൈ ചെയ്തേക്കുന്നത്. അതിലൊരു സ്ഥാപനം എന്ന് പറയുന്നത് BSS എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. BSS എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പ്ലാനിംഗ് കമ്മീഷൻ തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു സ്വകാര്യ സംഘടനയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോൾ ഇല്ല, നമുക്കറിയാം. പ്ലാനിംഗ് കമ്മീഷൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അത് അവസാനിപ്പിച്ചു. പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധമില്ല. അവർ പൂർണ്ണമായിട്ടും ഒരു സ്വകാര്യ സംഘടനയാണ്. അവർ കൊടുക്കുന്ന ഒരു ലൈസൻസാണ് പറയുന്നത്. ആ ലൈസൻസ് തന്നെ സ്റ്റാറ്റ്യൂട്ടറി പവർ ഇല്ലാത്തതാണ്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള യാതൊരു ഒരു അംഗീകാരവും അതിനില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കൊണ്ടു നടക്കുന്ന 6 മാസത്തെയും 3 ആഴ്ചത്തെയൊക്കെ ലൈസൻസ് കൊണ്ട്
അവർക്ക് സ്വയം ചികിത്സിക്കാമെന്നല്ലാതെ വേറൊരാളിനെ ചികിത്സിക്കാനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല 2018 സുപ്രീം കോടതി വിധി ആർക്കൊക്കെ ചികിത്സിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ നമുക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് അംഗീകരിക്കപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യതയും രജിസ്ട്രേഷനുള്ളവർക്ക് മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ നിയമം ഈ സുപ്രീം കോടതി വിധി നോക്കിയാലും അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അനുവാദമോ അവർക്ക് അംഗീകാരമോ തീർച്ചയായിട്ടും ഇല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. എവിടെയെങ്കിലും അക്യുപങ്ക്ചർ ചികിത്സിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അംഗീകാരം ഇല്ലാത്തവർ ചികിത്സിക്കുന്നത് എപ്പോഴും തെറ്റാണ്. അംഗീകാരമുള്ള ആൾക്കാർക്ക് ചികിത്സിക്കുന്നതിന് തെറ്റില്ല, പക്ഷേ അംഗീകാരം ഇല്ലാത്ത ആൾക്കാർ ചികിത്സിക്കുന്നത് തെറ്റാണ്. അക്യുപങ്ക്ചർ മാത്രമായിട്ട് സ്വതന്ത്ര ചികിത്സയായിട്ട് ഇപ്പം അതിനുള്ള അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടാകുന്നതുവരെ അത് അംഗീകരിക്കാൻ പറ്റില്ല. അതുവരെ നിയമവിരുദ്ധമായതുകൊണ്ട് നമ്മളെല്ലാവരും ഇക്കാര്യത്തിൽ ജാഗരൂകരാകണം. ഇതിന് എവിടെയെങ്കിലും അക്യുപങ്ക്ചർ സ്വതന്ത്ര ചികിത്സയായിട്ട് കാണുകയാണെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കണം. അത് അംഗീകരിക്കപ്പെട്ട സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റിയോ ഏതെങ്കിലുമൊക്കെ അംഗീകരിക്കപ്പെട്ട കോളേജ്, UGC അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കോളേജോ അല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിൽ അംഗീകരിക്കപ്പെട്ട കോളേജോ ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആ രീതിയിൽ പൊതുജനങ്ങൾ ഇവർക്കെതിരായിട്ടൊരു പ്രതിരോധം സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ അക്യുപങ്ക്ചർ വന്നിട്ട് അതുകൊണ്ട് മരിക്കുന്നവരുടെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ സ്ത്രീകളും കുട്ടികളുമാണ്. സമൂഹത്തിൽ പൊതുവേ ദുർബലരായിട്ടുള്ള ആൾക്കാർ, അവർക്ക് പ്രതികരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയാണ് ഇതിലേക്ക് ആകർഷിക്കുന്നതും അവർക്കാണ് മരണമുണ്ടാക്കുന്നതെന്നുള്ളത് നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് എങ്കിലും നമ്മൾ ഇതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാനായിട്ടോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ പാടുള്ളതല്ല. അത് എല്ലാവർക്കും ഇത് ശ്രദ്ധിക്കുമെന്ന് കരുതട്ടെ. അതിനുവേണ്ടി ക്യാപ്സ്യൂൾ കേരള അത് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമസ്കാരം.